ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് മീറ്റിംഗ് ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മീറ്റിംഗ് ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് മീറ്റിംഗ് അണ്ടർ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി. ഈവൻറ്റ് മാനേജ് ഇൻഡസ്ട്രിക്ക് കീഴിൽ മീറ്റിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ മീറ്റിംഗ് എന്താണ്, മീറ്റിങ്ങിൻ്റെ ടൈപ്സുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്ന ഇനി ട്രേഡ് ഫെയർ ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ ഇപ്പോൾ മീറ്റിംഗ് ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ കോൺഫറൻസുകളായിക്കോട്ടെ, ഈ ഏരിയകളൊക്കെ നമ്മൾ പൊതുവേ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോമൺ എയിം എന്ന് പറയുന്നത് ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് ഇത്തരം മേഖലയിലെല്ലാം എത്രത്തോളം സാധ്യതകളുണ്ട് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മൈസ് എന്ന് പറയുന്ന ടൂറിസം കൺസെപ്റ്റ് നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, മൈസ് എന്ന് പറയുന്നത് എമർജിങ് ടൂറിസം കൺസെപ്റ്റിൽപ്പെട്ട ഒന്നാണ്. മീറ്റിംഗ്, ഇൻസെൻറ്റീവ്, കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ, ഈ 4 ടേമുകളുടെയും ഒരു കോമ്പിനേഷനാണ് മൈസ് എന്ന് പറയുന്ന ടൂറിസം കൺസെപ്റ്റ്. മൈസ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കമ്പനികൾ അവരുടെ മീറ്റിങ്ങുകൾ, അവരുടെ കൺവെൻഷൻ പ്രോഗ്രാമുകൾ, ഇൻസെൻറ്റീവ് ട്രാവലുകളൊക്കെ പുറത്ത് ഏതെങ്കിലും ഹോട്ടലുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെന്യൂ ആയിട്ടോ കണക്ട് ചെയ്ത് നടത്തുന്നുണ്ട്. ഈ നടത്തുന്ന സ്ഥലങ്ങളിലാണ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കിടക്കുന്നത്. സോ പൊതുവേ കമ്പനികൾ ഒരു റെഗുലർലി അവരുടെ ഓർഗനൈസേഷനകത്ത് നടത്തുന്ന മീറ്റിങ്ങുകൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, പുറത്ത് ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട്, അതും അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും കൺവെൻഷൻ സെൻറ്റേഴ്സ്, ബാങ്ക്വറ്റ് ഹാളുകൾ, ഈവൻറ്റ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഹോട്ടലുകളൊക്കെ കണക്റ്റഡ് ആയിട്ട് നടത്താറുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലാണ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിക്ക് കൂടുതലായിട്ട് സാധ്യതകൾ വരുന്നത്. സോ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീറ്റിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടൈപ്സ് ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്ന ടേം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സാമിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഡയറക്റ്റ്ലി നമ്മളെടുത്ത് ചിലപ്പം മീറ്റിങ്ങും അതിൻ്റെ ടൈപ്പും ചോദിച്ചോളണമെന്നില്ല. മറിച്ച് ഒരു മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിക്ക് എത്രത്തോളം കടന്നു ചെല്ലാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം സാധ്യതകളുണ്ട്, എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ പറയാൻ പറ്റണം, ഒരു മൈസ് ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്കതിനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റണം. മീറ്റിംഗ്, ഇൻസെൻറ്റീവ്, കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ എന്ന് പറയുന്ന 4 ടേമുകളോട് കൂടിയിട്ടാണ് മൈസ് എന്ന് പറയുന്ന എമർജിങ് ടൂറിസം കൺസെപ്റ്റ് നിലനിൽക്കുന്നത്. സോ അതിൽ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ് മീറ്റിംഗ്. സോ മീറ്റിങ്ങിന് ഇത്രത്തോളം സാധ്യതകളുണ്ട്. പൊതുവെ കമ്പനികളെല്ലാം അവരുടെ റെഗുലർ ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്ന് മാറ്റി പുറത്ത് ഏതെങ്കിലും ഒരു വെന്യൂ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലാണ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കമ്പനികളും അവർ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, അവരുടെ മീറ്റിങ്ങുകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ആർക്ക് കൊടുത്തിരിക്കും, ഒരു ഈവൻറ്റ് കമ്പനിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഈവൻറ്റ് മാനേജർക്കോ അല്ലെങ്കിൽ ഒരു ഈവൻറ്റ് കോർഡിനേറ്റർക്കോ കൈമാറിയിട്ടുണ്ടായിരിക്കും. സോ അദ്ദേഹമാണ് അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. എത്ര പേരുണ്ടായിരിക്കും മീറ്റിങ്ങിനെന്ന് പറയുന്നു, ഏതൊക്കെ രീതിയിലാണ് ഞങ്ങൾ വെന്യൂ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നു, ഏതൊക്കെ രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചോദിക്കാറുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. യു ഷേപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഫറൻസ് സ്റ്റൈൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ തിയേറ്റർ സ്റ്റൈൽ വരുന്നുണ്ട്. ഓരോ കമ്പനീസും പ്രിഫർ ചെയ്യുന്ന ഓരോ രീതികളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എണ്ണത്തിന്, അതായത് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ അവരുടെ വെന്യൂ ഡിസൈൻ ചെയ്യുന്നത്. സോ അത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് അതിന് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഫുഡ് ആൻഡ് ബീവറേജ് എന്താണ് അവർ റിക്വസ്റ്റ് പ്രകാരം എന്താണെങ്കിൽ അത് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. മേ ബി എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് ചില സമയത്ത് ഉണ്ടായിരിക്കും. എല്ലാ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ ഒരു കമ്പനി റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിന് ശേഷം ഇങ്ങനൊരു എൻ്റർടൈൻമെൻറ്റ് സെഷൻ വേണമെങ്കിൽ, ആ ഒരു കമ്പനിക്ക് അങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അതിന് വേണ്ടിയുള്ള A to Z അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു കൊടുക്കും. സോ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് പഴയ പോലെ നമ്മുടെ ഓർഗനൈസേഷനകത്ത് മാത്രം നിന്ന് നടത്തുക എന്നതിനപ്പുറത്ത് പുറത്തൊരു ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹോട്ടലുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട്, കൺവെൻഷൻ സെൻറ്റേഴ്സ്, ബാങ്ക്വറ്റ് ഹാളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, നടത്താറുണ്ട്. ഈ സമയത്താണ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കണക്ട് ചെയ്ത് വരുന്നത്. സോ ഈ ഒരു പോയിന്റിനെ കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എപ്പോഴും എക്സാമിനെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കാനായിട്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മീറ്റിംഗ് എന്നുള്ളൊരു ടേമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടേമാണ്. മീറ്റിംഗ് എന്ന് പറയുന്നത് എ മീറ്റിംഗ് ഈസ് ഗ്യാതറിംഗ് ഓഫ് 2 or more പീപ്പിൾ, രണ്ടിലധികം ആൾക്കാരുടെ ഒരു ഗ്യാതറിങ്ങിനെയാണ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഹാസ് ബീൻ കൺവേർട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് എ കോമൺ ഗോൾ. ഒരു പൊതുവായിട്ടുള്ളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, കൂടിച്ചേരുന്നത്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്, ത്രൂ വെർബൽ കമ്മ്യൂണിക്കേഷൻ, വെർബൽ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്, സച്ച് ആസ് ഷെയറിങ് ഇൻഫർമേഷൻ ഫോർ റീച്ചിങ് എഗ്രിമെൻറ്റ്.
അവരുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പൊതുവായിട്ടുള്ളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തുന്നത്. അതോടൊപ്പം തന്നെ അവർ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നോർമലി എഗ്രിമെൻറ്റ് എന്നുള്ള ടേം ചിലപ്പം കൺഫ്യൂസിങ് ആയിരിക്കാം. പക്ഷേ ഏതൊരു മീറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരു വെൽക്കം സ്പീച്ച് വരാറുണ്ട്, ഒരു അധ്യക്ഷൻ വരാറുണ്ട്, അതിനുശേഷം അജണ്ടകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാറുണ്ട്, അതിനുശേഷം ഒരു ഡിസ്കഷൻ നടക്കാറുണ്ട്, അതിനുശേഷം നമ്മളൊരു ഡിസിഷനിലേക്ക് എത്താറുണ്ട്. ഒരു ഡിസിഷനെയാണ് ഇവിടെ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഞാനൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. A meeting is gathering of two or more people that has been converted for the purpose of achieving a common goal through verbal interaction such as sharing information or reaching agreement. മീറ്റിംഗ് എന്ന് പറയുന്നത് രണ്ടോ രണ്ടിലധികം ആൾക്കാരുടെയോ കൂടിച്ചേരലാണ്. ആ കൂടിച്ചേരൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒരു കോമൺ ആയിട്ടുള്ളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ത്രൂ വെർബൽ ഇൻട്രാക്ഷൻ, അതായത് വെർബൽ ഇൻട്രാക്ഷനിലൂടെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരുടെ ഇൻഫർമേഷൻസ്, അവരുടെ ഐഡിയാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അതിലൂടെ ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു ഫൈനലായിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക്, ഒരു എഗ്രിമെൻറ്റിലേക്ക് അവർ എത്തിച്ചേരുന്നത്. ഓരോ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്ന ടേമാണ്. ഏതൊക്കെ രീതിയിലാണ് പൊതുവെ മീറ്റിങ്ങുകൾ കാണുന്നതെന്ന്. മീറ്റിങ്ങിൻ്റെ ടേംസ് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ടൈപ്സ് പഠിപ്പിക്കുമ്പോൾ ഒരുപാട് രീതിയിലുള്ള മീറ്റിങ്ങുകൾ വരാറുണ്ട്. പൊതുവേ നമ്മളിപ്പോൾ ഒരു 5 രീതിയിലുള്ള മീറ്റിങ്ങുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വന്ന് പറയുന്നത് സ്റ്റാറ്റസ് അപ്ഡേറ്റിംഗ് മീറ്റിംഗ്, രണ്ടാമത്തത് ഇൻഫർമേഷൻ ഷെയറിംഗ് മീറ്റിംഗ്, മൂന്നാമത്തത് ഡിസിഷൻ മേക്കിംഗ് മീറ്റിംഗ്, നാലാമത്തത് പ്രോബ്ലം സോൾവിംഗ് മീറ്റിംഗ്, അഞ്ചാമത്തത് ടീം ബിൽഡിംഗ് മീറ്റിംഗ്. ഇനി ഇതെന്താണെന്നുള്ളത്, എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീപ്പായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കൊണ്ട് നമുക്ക് പറയാനുള്ളത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് മീറ്റിംഗ്. It is very common type of meeting where the primary goal is to align, learn via update on progress, challenges and next step. ഏതൊരു രീതിയിലും ഏതൊരു ഓർഗനൈസേഷനിലും എന്തുണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു ടാസ്ക് ഉണ്ടായിരിക്കും. ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മളൊരു കമ്പനിയിൽ ഒരു എംപ്ലോയീസിന് കുറച്ച് ഒരു ടാസ്ക് കൊടുത്തു. ഇന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഇത്രത്തോളം ഡാറ്റാസ് നിങ്ങൾ കളക്ട് ചെയ്ത് വരണം എന്ന് പറയുന്നൊരു ടാസ്ക് കൊടുത്തു എന്ന് വിചാരിക്കാം. സോ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ദിവസത്തിൻ്റെ ഒരു 2-3 ദിവസത്തിന് മുമ്പ് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് വെക്കുകയാണ്. നിങ്ങൾ എന്തായി, നിങ്ങളുടെ ടാസ്ക് ഞങ്ങൾ തന്ന ടാസ്ക് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ അതിൻ്റെ ഒരു കറൻറ്റ് സ്റ്റാറ്റസ്, എന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതും അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രസ്സുകളാണ് നിങ്ങൾക്കുള്ളത്, ഡേറ്റിനെ കുറിച്ച്, അതായത് ഇത് ഫൈനലൈസ് ചെയ്ത് വെക്കേണ്ട ഡേറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുണ്ടോ, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്യും. സ്റ്റാറ്റസ് അപ്ഡേറ്റ് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യും. ഇതിപ്പോൾ ഒരു കമ്പനിയുടെ കേസിലല്ല, ഏത് കേസിലേക്ക് വേണമെങ്കിലും എടുക്കാം. ഈവൻറ്റ് മാനേജ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്ന, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം എന്ന് പറയുന്നത് ഫ്രൈഡേ ആണെന്ന് വിചാരിക്കാം. സൺഡേ ആണ് പ്രോഗ്രാം നടക്കുന്നത്. സോ നമ്മൾ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഭാഗമായിട്ട് നമ്മൾ ഫ്രൈഡേ നമ്മുടെ വെന്യൂവിലെത്തി. നമ്മുടെ വെന്യൂ ഏകദേശം കണ്ടു കഴിഞ്ഞു. നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ബ്ലൂ പ്രിൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റേജ് സെറ്റ് ചെയ്യേണ്ടത്, ഇന്ന സ്ഥലത്താണ് നമ്മൾ ഓഡിയൻസിനെ ഇരുത്തുന്നത്, ഇന്ന സ്ഥലത്താണ് നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആൻഡ് ഫുഡ് ആൻഡ് ബീവറേജ് ഐറ്റംസ് സെർവ് ചെയ്യുന്നത്, ഇതാണ് ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ട്. എന്നിട്ട് നമ്മൾ വർക്ക് ആരംഭിച്ചു എന്ന് വിചാരിക്കാം. സാറ്റർഡേ നൈറ്റ് നമുക്കൊരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്, എന്തൊക്കെ വർക്ക് ഇനി തീരാൻ ബാക്കിയുണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ടോ, കൃത്യമായിട്ടെല്ലാം പ്ലാൻഡ് ആണോ, എന്തെങ്കിലും ഒരു എക്സ്ട്രാ, അതായത് പെട്ടെന്ന് ഉണ്ടാവേണ്ട എന്തെങ്കിലും പ്രോബ്ലത്തിൻ്റെ സാധ്യതകളുണ്ടോ, ഇനി ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും കോണ്ടാക്റ്റ് ബാലൻസുകളുണ്ടോ, തുടങ്ങി 8 to Z കാര്യങ്ങൾ ഒരു ഈവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കണ്ടക്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മൾ ചെയ്ത വർക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ പ്രോഗ്രസ്സിന് അല്ലെങ്കിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് അവിടെ ചെയ്യുന്നത്, ഒരു സ്റ്റാറ്റസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു അപ്ഡേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് പെൻഡിങ്ങിലുണ്ട്, അത് ഏകദേശം ഒരു ഈ പീരീഡ് ആകുമ്പോഴത്തേക്കും തീരും, ഈ ഒരു സമയത്തേക്ക് ഗസ്റ്റുകൾ വന്നു തുടങ്ങും, ഈ ഒരു സമയത്തേക്ക് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങിയ A to Z ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാണ്, ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. പൊതുവേ ഇതൊരു കോമൺ ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, എല്ലാ ഏരിയയിലും എല്ലാ രീതിയിലും എന്താണ്, എല്ലാ മേഖലകളിലും എന്താണ് ഇത്തരത്തിലുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകളൊക്കെ വരാറുണ്ട് അല്ലേ. സോ സ്റ്റാറ്റസ് അപ്ഡേറ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമൺ ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫർമേഷൻ ഷെയറിംഗ് മീറ്റിംഗ് ആണ്. The objective of this kind of meeting is for the speakers to share information with the attendees. Presentation, panel debate, keynotes and lectures are all examples of information sharing meeting.
ഇൻഫർമേഷൻ ഷെയറിംഗ് മീറ്റിംഗ് എന്ന് പറയുന്നത്, ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, എല്ലാ മീറ്റിങ്ങിനെയും അഭിസംബോധന ചെയ്യുന്ന ഒരു സ്റ്റേജ് പാനൽ ഉണ്ടായിരിക്കും. പെട്ടെന്ന് നമ്മുടെ ഒരു ക്ലബിൻ്റെ, നമ്മുടെ നാട്ടുകളിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു ക്ലബിൻ്റെ മീറ്റിംഗ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ആ ക്ലബിൻ്റെ മീറ്റിങ്ങിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുന്ന ആരായിരിക്കും? ക്ലബിൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ മേ ബി ട്രഷററൊക്കെ ആയിരിക്കും അല്ലേ. ഏതൊരു മീറ്റിങ്ങിലും എന്തായിരിക്കും, ഇങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതായത് ഒരു സ്റ്റേജ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. ബാക്കിയുള്ളവരാരായിരിക്കും? ബാക്കിയുള്ളവരെന്തായിരിക്കും? ഓഡിയൻസ് ആയിരിക്കും അല്ലേ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാണ്. അതായത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ മേ ബി ഒരു കമ്പനിയുടെ മാനേജർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു GM ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു MD ആയിരിക്കാം, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കാം. അവരെന്ത് ചെയ്യാണ്? പുതിയൊരു ഇൻഫർമേഷനെ അതിൻ്റെ എന്താണ് ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇവർ പരസ്പരം ഒരു കോമൺ ഒബ്ജക്റ്റിലാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ കോവിഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നു എന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരും ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഭാഗമാണെന്ന് വിചാരിക്കാം. സോ ആദ്യത്തെ 14 ദിവസത്തേക്ക് ഇന്ത്യയിലൊട്ടാകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണ്. സോ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് മീറ്റിംഗ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ മനസ്സിലൊന്ന് എയിം ചെയ്ത് വയ്ക്കാം. സോ കമ്പനിയുടെ ഭാഗത്തുനിന്ന് കമ്പനിയുടെ GM ആണ് റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുന്നതെങ്കിൽ പറയാം, വരുന്ന 14 ദിവസം അല്ലെങ്കിൽ വരുന്ന 15 ദിവസത്തേക്ക് എന്താണ് ഗവൺമെൻറ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതോടുകൂടെ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ടു ഹോം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാറുകയാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ്? നിങ്ങൾ നിങ്ങളുടെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് മാറ്റണം. അതെന്താണ്? ഒരു പുതിയ ഇൻഫർമേഷനാണ് അല്ലേ. അതുവരെ ഫേസ് ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പുതിയൊരു ഇൻഫർമേഷനാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? പ്രസൻറ്റേഷൻസ്, അതായത് സ്ലൈഡ് ഷോസ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇത്തരത്തിൽ ഇൻഫർമേഷൻസ് കൺവേ ചെയ്യാറുണ്ട്. അതുമല്ലെങ്കിൽ എന്താണ്? പുതിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ തന്നെ പറയുകയാണ്. ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് എടുത്തു വയ്ക്കുന്നത്. ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് കമ്പനിയുടെ GM സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ഉണ്ടാവും? അത്രയും കാലം അവർ ഫേസ് ചെയ്യാത്തൊരു കാര്യമാണല്ലേ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ച് എന്ത് പറയാറുണ്ട്? ഒരു പാനൽ ഡിബേറ്റ് വേണമെങ്കിൽ വരാം. അതുമല്ലെങ്കിൽ എന്താണ്? ഒരു കീനോട്ട് വരാം. അതുമല്ലെങ്കിൽ എന്താണ്? നോർമലി ലെക്ചറിങ് ആയിരിക്കും. അതായത് അദ്ദേഹം എണീറ്റ് നിന്നിട്ട് സംസാരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം കേട്ട് മനസ്സിലാക്കുന്നു. സോ ഇത്തരത്തിൽ പുതുതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഏതെങ്കിലും രീതിയിൽ അറ്റൻഡീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അറ്റൻഡീസിലേക്ക് എത്തിക്കുന്ന മീറ്റിങ്ങിനെയാണ് ഇൻഫർമേഷൻ ഷെയറിംഗ് മീറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് മീറ്റിംഗ് എന്ന് പറയുന്ന മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആണ്. The vast majority of business decisions are made by group in meetings, while small decisions are made in all kind of meetings. The more important decision often get their own dedicated meetings. സിംപ്ലി പറയുകയാണെങ്കിൽ എല്ലാ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും ചെറുതോ അല്ലെങ്കിൽ വലുതുമായിട്ടോ എന്തെങ്കിലും ഒരു ഡിസിഷൻ വരുന്നുണ്ട് അല്ലേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ നാട്ടിലൊരു ക്ലബിൻ്റെ മീറ്റിംഗ് ആണെങ്കിലും ഒന്നുകിൽ അടുത്തൊരു ടൂർണമെൻറ്റിന് പോകണം എന്നുള്ളത് എന്തായിരിക്കും? അവിടുത്തെ ഒരു ഡിസിഷൻ ആയിരിക്കും. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഒരു 10 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ അടുത്ത മാസം ഒരു 15 ലക്ഷം രൂപയുടെ ബിസിനസ് നടക്കണം എന്നുള്ളതോ, അല്ലെങ്കിൽ കുറച്ച് എംപ്ലോയീസ് കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നോ, അതും അല്ലെങ്കിൽ കൃത്യമായിട്ട് രീതിയിൽ മാനേജേഴ്സ് എംപ്ലോയീസിൻ്റെ ഇടയിൽ ഇടപെടണമെന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു എന്ത് പറയുന്നുണ്ട് ഒരു ഡിസിഷൻ ഏതൊരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഏത് മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്? ചെറുതും വലുതുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡിസിഷൻസ് വരാറുണ്ട്. ഇവിടെ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് മീറ്റിംഗ് പൊതുവേ നടക്കാറുള്ളത് വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഭാഗമായിട്ട് കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവേ ഡിസിഷൻ മേക്കിംഗ് മീറ്റിങ്ങുകൾ നടത്താറുള്ളത്. ഇത്തരം മീറ്റിങ്ങുകളിൽ പൊതുവെ കമ്പനിയുടെ ഹയർ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് മെമ്പേഴ്സ് MDമാർ ഒക്കെയാണ് പങ്കെടുക്കാറുള്ളത്. അതായത് എൻ്റേത് പ്രോപ്പർട്ടിയെ ബാധിക്കുന്ന രീതിയിലുള്ള ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന മീറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസിഷൻ മേക്കിംഗ് മീറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രോബ്ലം സോൾവിങ് മീറ്റിംഗ് എന്ന് പറയുന്ന അടുത്ത ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആണ്. Problem solving meeting are perhaps the most complex and varied type of meeting, where the meeting addressing a definite problem or it is focused on creating strategies and plan or navigate the future. ഏതൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടും എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരാവുന്നതാണ്. ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മളെല്ലാവരും കൂടെ ചേർന്ന്, അതായത് ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക.
സോ നമ്മൾ ഫസ്റ്റ് 2019 സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ 2020 നമ്മൾ ഫേസ് ചെയ്തേണ്ടി വരുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേഷൻ പിടിച്ച സിറ്റുവേഷനാണ്. നമുക്ക് വർക്കില്ല, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി എൻറ്റയർലി എന്താ പറയുക ഡള്ളായിട്ട് കിടക്കുകയാണ്. സോ നമ്മൾ 2019 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ബിസിനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. 2020 ആയ സമയത്ത് നമുക്ക് കോവിഡ് എന്ന് പറയുന്ന വൈറസ് വരുന്നുണ്ട്. നമ്മളുടെ എൻറ്റയർലി ഉള്ള ഒരു എന്താ പറയുക ബിസിനസ്സിനെ അത് ബാധിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ പൊതുവെ എന്തായിരിക്കും, എന്തെങ്കിലും ഒരു സ്പെസിഫിക്കലായിട്ടുള്ള ഒരു പ്രോബ്ലത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ, ആ പ്രോബ്ലത്തെ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് എന്താ പറയുക ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത് നടക്കുന്ന പ്രോബ്ലംസ്, മേ ബി എംപ്ലോയീസുമായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസുമായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ മിഡിൽ മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിലുള്ള പ്രോബ്ലംസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിലുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. സോ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. സോ ഇത്തരം മീറ്റിങ്ങുകൾ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒരു സ്പെസിഫിക്കലി പ്രോബ്ലം ഓർഗനൈസേഷനകത്തുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ പൊതുവെ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. പ്രോബ്ലം സോൾവിങ് മീറ്റിംഗ് എന്നുള്ള ആ പേര് തന്നെയുണ്ട്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവരേണ്ടി വരും, പുതിയ സ്ട്രാറ്റജീസ് കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ പുതിയ പ്ലാനുകൾ കൊണ്ടുവരേണ്ടി വരും. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പുതിയ ഐഡിയാസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നാവിഗേറ്റ് ചെയ്യേണ്ടി വരും. എപ്പോഴും ഏതൊരു ഓർഗനൈസേഷനും ഏതൊരു പ്രോബ്ലത്തിലും സ്റ്റക്കായി നിൽക്കില്ല, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം. എന്ത് പ്രോബ്ലം വന്നാലും, ഇപ്പോൾ കോവിഡ് സമയത്ത് തന്നെ ഇന്ത്യയിലെ എല്ലാ കമ്പനികളും അടച്ചു പൂട്ടിയോ? ഇല്ല, അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു. നെക്സ്റ്റ് ഒരു 2-3 വർഷം കൊണ്ട് ഈ ഒരു വർഷത്തിലെ എല്ലാ ബിസിനസ്സിലെ ലോസും ഓവർകം ചെയ്യാമെന്ന് അവർ വിശ്വസിക്കുന്നു, അവർ മുന്നോട്ട് പോകുന്നു. ഇതുപോലെ തന്നെയാണ് എല്ലാ കമ്പനികളുടെ കാര്യം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രോബ്ലത്തെ ഓവർകം ചെയ്യുക, അതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് പ്ലാനുകൾ ഒരുക്കുക, മുന്നോട്ട് പോവുക. ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളുടെ പൊതുവായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീം ബിൽഡിംഗ് മീറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഓൾ മീറ്റിംഗ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ടീം ബിൽഡിംഗ്, സ്ട്രെങ്തനിങ് റിലേഷൻഷിപ്പ് ആൻഡ് കോർപ്പറേറ്റ് കൾച്ചർ. However, how and them team building activity should be the main focus on a meeting. എല്ലാ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും ഒരു ഗ്യാതറിങ് നടക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഗ്യാതറിങ് ഓഫ് പീപ്പിൾ ആണെന്ന് പറയുന്നത്. 2 or more people, 2-2-ലധികമോ ആൾക്കാരുടെ ഒരു കൂടിച്ചേരലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീറ്റിംഗ് എന്ന് പറയുന്നത്. സോ ചില സമയത്ത് ടീം ബിൽഡിംഗ് മീറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഒരേ സമയം എല്ലാ മീറ്റിങ്ങുകളുടെ ഭാഗമായിട്ടും തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ടീം ബിൽഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പായി വരുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ടീം ബിൽഡിംഗ് മീറ്റിംഗ് പൊതുവെ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പരസ്പരം ഒരു സഹകരണ മനോഭാവം, ഒരു കോർപ്പറേറ്റ് കൾച്ചർ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു ടീം ആയി കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷനെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ്. നമ്മൾ 2-3 പേര് ചേർന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകുന്നതും 10-20 ആൾക്കാർ ചേർന്ന് ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് അല്ലേ. കൂടുതൽ ആൾ പോകുന്ന സമയത്ത്, കൂടുതൽ ആൾ ഒരു വർക്കിന് പോകുന്ന സമയത്ത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. സോ കമ്പനീസ് പൊതുവെ കമ്പനിയുടെ ഒരു ആംഗിളിൽ നിന്നാണ് നോക്കിക്കാണുന്നതെങ്കിൽ കമ്പനിക്കകത്ത് എംപ്ലോയീസിനെ കൂടുതൽ ഒരു ഇന്നർ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാം, ഒരു പരസ്പര സഹായം ഉള്ള ഒരു കൾച്ചറിലേക്ക്, ഒരു കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെയാണ് കമ്പനി ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതും ടീം ബിൽഡിംഗ് മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത്രയും മീറ്റിങ്ങുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് തൊട്ട് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് വന്നിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്ന ടേമിനെയോ അതിൻ്റെ ടൈപ്പിനെയോ ഫോക്കസ് ചെയ്യുന്ന, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് ഈ മീറ്റിങ്ങുകളെയും ടൈപ്പ് ഓഫ് മീറ്റിങ്ങുകളെയും നോക്കിക്കാണുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ 5th മൊഡ്യൂളിൽ വരുന്ന ട്രേഡ് ഫെയർ ആയിക്കൊള്ളട്ടെ, കോൺഫറൻസ് ആയിക്കൊള്ളട്ടെ, മീറ്റിംഗ്സ് ആയിക്കൊള്ളട്ടെ, എക്സിബിഷൻസ് ആയിക്കൊള്ളട്ടെ, ഈ ടേംസുകളൊക്കെ നമ്മൾ അതിൻ്റെ എന്താണ് അത് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ് പഠിക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് പഠിക്കുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് പഠിക്കുന്നുണ്ട്. എല്ലാം പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിക്ക് എത്രത്തോളം സാധ്യതകളാണ് ഈ മേഖലയിലുള്ളത് തുടങ്ങിയ കാര്യങ്ങളെയാണ്. പരീക്ഷയ്ക്ക് മേ ബി എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് മീറ്റിംഗ് ആൻഡ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മീറ്റിങ്ങും അതിൻ്റെ ഇമ്പോർട്ടൻസും എഴുതുന്നതോടൊപ്പം ഈവൻ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിക്കുള്ള മൈസ് ടൂറിസത്തിലുള്ള ഇമ്പോർട്ടൻസിലാണ് നിങ്ങളത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പിന്നൗട്ട് ചെയ്ത് എഴുതി വെക്കേണ്ടത്. അപ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എക്സാംസിന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക. തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് എന്താണ് മീറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ടൈപ്സ് ഓഫ് മീറ്റിങ്ങിലേക്കാണ് വന്നത്. പ്രധാനമായിട്ടും ജനറലി പറയുന്ന ടേമുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. 5 അല്ല 10 അല്ല 15 ടൈപ്പിന് മുകളിൽ എന്തുണ്ട്, മീറ്റിങ്ങുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നമ്മളുടെ സിലബസ് പ്രകാരം മീറ്റിങ്ങിനെ ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിക്ക് എത്രത്തോളം അതിൽ ഫോക്കസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് മീറ്റിംഗ്, ഇൻഫർമേഷൻ ഷെയറിംഗ് മീറ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്, അതോടൊപ്പം തന്നെ പ്രോബ്ലം സോൾവിങ്, ടീം ബിൽഡിംഗ് മീറ്റിങ്ങുകളാണ്. എന്താണ് ഈ മീറ്റിങ്ങുകളെന്നും എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഈവൻ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി ഇതിനെ കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈവൻ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിക്ക് മീറ്റിംഗ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലേക്ക് കടന്നു വരാൻ വേണ്ടി പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾ ഈ ഒരു പോയിന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണം എപ്പോഴും എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. എക്സാമിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനെയും ഈ ഒരു രീതിയിൽ വേണം, ഈ ഒരു അപ്രോച്ചിൽ വേണം നിങ്ങൾ നോക്കി കാണാൻ വേണ്ടിയിട്ട്. സോ ഹോപ്പ്ഫുള്ളി ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.